ഇവിടുത്തെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ആര്യനുമില്ല, ഒരു ഹിന്ദുവുമില്ല. ക്രിസ്ത്യാനികൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്, മറ്റുള്ളവർ രാജ്യം വിടണം എന്ന മുദ്രാവാക്യം ഉയർന്നപ്പോൾ അതിന് കൃത്യമായ അർത്ഥത്തിൽ വ്യക്തമായ ഭാഷയിൽ ചരിത്ര ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്ര വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാംസ്കാരികപരമായും ധാർമ്മികമായും ഉള്ള വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ ബാബ തിരുമേനി ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, അത് ചർച്ച ചെയ്യാം എന്നല്ലാതെ അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്ന് പറയുന്നതിന് എതിർ കാസയല്ല, ഏത് പൊന്നുമാം എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന് പറയുന്ന RSSന്റെ ഒരു വലിയ ആപ്തവാക്യം ഉണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിൽ ചെലവാകാൻ പോകുന്നില്ല, അത് നടക്കുന്നില്ല. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവ അദ്ദേഹം ആർച്ചവത്തോടെ അഭിപ്രായം പറഞ്ഞു, ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിച്ചു. അല്ലാതെ ഇത് ഇന്ത്യയിൽ ഭരിക്കുന്ന ഇവരാണ് എന്നതുകൊണ്ട് പഞ്ചപുച്ഛം അടക്കി നിൽക്കുക അതിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇതേപ്പറ്റി ഈ ക്രിസ്തുമസിന്റെ സീസണിന്റെ ആക്രമണത്തെ പറ്റിയോ ഒന്നും തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ല. ഇതിപ്പോ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ ക്രൂശിക്കാൻ വേണ്ടി തുനിയുക അത് മഹാപാപമാണ്, വായിലൊക്കെ പിടിച്ചിരുന്നോണം എന്നൊന്നും പറയാൻ ഒരു ആർക്കും അധികാരമൊന്നുമില്ല. ഇവിടെ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായിരിക്കാം എന്നതുകൊണ്ട് ആത്മാഭിമാനം പണയം വെച്ചൊന്നും അർത്ഥമില്ല. നീ മനസ്സിൽ വെച്ച് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പാളസാർ കൊടുത്ത ഉത്തരേന്ത്യൻ ഗോസായിമാർ ഇന്ത്യ വിട്ടു പോകേണ്ടി വരും, വിദേശികൾ കടക്കൂ പുറത്ത് എന്ന ആജ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യക്കാർ വടക്കോട്ട് നടക്കേണ്ടി വരും, വടക്കേണ്ടിയുള്ളവർ എവിടുന്നോ വന്ന വഴിയെ ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരും. എന്നാൽ ഇന്ന് തങ്ങളാണ് ഇന്ത്യ, തങ്ങളുടേതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന വെളുത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന ഈ ഉത്തരേന്ത്യക്കാർ അവരല്ല, മറിച്ച് കറുത്ത കാളിയെയും നീല നിറമുള്ള കൃഷ്ണനെയും ആരാധിക്കുന്ന ദക്ഷിണേന്ത്യക്കാരുടേതാണ് ഇന്ത്യ എന്നതാണ് ചരിത്ര വസ്തുത. ഇന്ന് അത്തരത്തിലുള്ള അവകാശവാദങ്ങളൊന്നും ദക്ഷിണേന്ത്യയിൽ നിന്ന് ആരും ഒരു ദ്രാവിഡ നേതാവും അത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ വാക്കുകളോ ആശയങ്ങളോ ഉപയോഗിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ അസഹിഷ്ണുതയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് ഉത്തരേന്ത്യൻ ലോബികൾ ഉയർത്തിവിടുന്ന വിഷലിപ്തമായ വിഭാഗീയതയുടെ അടിച്ചമർത്തലിന്റെ അടിമത്തത്തിന്റെ ആശയങ്ങളെയും സന്ദേശങ്ങളെയും ഉൾപ്പുളകത്തോടെ സ്വീകരിച്ചിട്ട് അതിനെയൊക്കെ കേരള മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടി ഏജൻസി പണി നടത്തുന്ന കാസയെ പോലെയുള്ളവരും അവരുടെ കങ്കാണിമാരും ചിന്തിക്കുക ഇതൊന്നും കേരള നസ്രാണികളുടെ ഇടയിൽ ചെലവാകാൻ പോകുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ ബാബ തിരുമേനി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് പറഞ്ഞു തന്നെയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. അത് പറയാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. ആ അവകാശത്തെ സംരക്ഷിക്കുവാൻ ഈ കേരളത്തിലെ ക്രൈസ്തവർ നട്ടലുള്ള ക്രിസ്ത്യാനികളുണ്ട്, അവർ പ്രതിജ്ഞാബദ്ധരാണ്. കത്തോലിക്ക സഭയുടെ ഒരു പോഷക സംഘടന എന്ന വ്യാജേന പ്രവർത്തിക്കുകയും 6ഓളം കത്തോലിക്ക ബിഷപ്പുമാർ തങ്ങൾക്കോ തങ്ങളുടെ സഭയ്ക്കോ ഈ സംഘടനയുമായിട്ടോ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിട്ടോ അവർ നടത്തുന്ന പ്രസ്താവനകളുമായിട്ടോ യാതൊരു വിധത്തിലുള്ള ബന്ധം ഇല്ല എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കാസ എന്ന സംഘടന ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളുടെയും ചില പെയ്ഡ് ന്യൂസുകളുടെയും സപ്പോർട്ടോടുകൂടെ ഒരു ക്രിസ്തീയ സംഘടന അല്ലെങ്കിൽ ഒരു കത്തോലിക്ക ഉപസംഘടന എന്നൊക്കെ വിധത്തിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാറിന്റെ ഒരു പോഷക സംഘടന എന്ന് വേണമെങ്കിൽ അവരും അംഗീകരിക്കില്ല. അപ്പോൾ ഒരു ചാപിള്ളയായ കാസ എന്ന സംഘടന ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുക. ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ നടത്തിയ ഒരു പ്രസംഗത്തെ പരാമർശിച്ചാണ് ഭീഷണിയും താക്കീതും പരിഹാസവും ഒക്കെ കലർത്തി കാസ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാസയുടെ ഫേസ്ബുക്ക് പേജിലെ ആ പോസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം. ഇതാണ് കാസയുടെ പോസ്റ്റ്. മതമേലധ്യക്ഷന്മാർ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമുദായത്തെ ബലിയാടാക്കരുത്. അതിനകത്തൊരു താക്കീടുണ്ട്. പലതരം കെണികളിൽപ്പെട്ട് രാഷ്ട്രീയക്കാരുടെയും ജിഹാദികളുടെയും കൈകളിലെ കളിപ്പാവകളായി മാറിയ ഇത്തരം പൗരോഹിത്യത്തെ തള്ളിക്കളയുക. ലക്ഷ്യം സംശുദ്ധമല്ലാത്തതിനെ എതിർക്കേണ്ടതായി വരും. ഇവിടെ പരിശുദ്ധ ബാബ തിരുമേനി പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്, RSSന്റെ ആ ആപ്തവാക്യം ഇന്ത്യയിൽ ചെലവാകില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്രിസ്തുമസിനോടനുബന്ധിച്ച് പരിശുദ്ധ ബാബ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയെ പരാമർശിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ഈ കാസ എന്ന സംഘടനയെ പറ്റി പറയുമ്പോൾ കെവിൻ പീറ്റർ എന്ന് പേരുള്ള ഒരു എറണാകുളം സ്വദേശിയാണ് ഈ കാസ എന്ന സംഘടന ആരംഭിക്കുന്നത്. വളരെ വ്യാപകമായി ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടു പോകുന്നു എന്നാരോപിച്ച് ഒരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു ചട്ടുകമായി ഒരു സംഘടനയെ രൂപപ്പെടുത്തുകയാണ് ഈ കെവിൻ പീറ്റർ ചെയ്തത്. എപ്പോൾ വേണമെങ്കിലും കേന്ദ്രത്തിൽ നിന്നൊരു വിളി വരാം, ക്യാബിനറ്റ് റാങ്കിൽ ഒരു സ്ഥാനം ലഭിച്ചേക്കാം, അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു സ്ഥാനം ക്യാബിനറ്റ് റാങ്കോടെ ലഭിച്ചേക്കാം എന്നൊക്കെ
സ്വപ്നം കണ്ട് അതിനുവേണ്ടിയുള്ള ഷർട്ടും മുണ്ടും ഒക്കെ അലക്കി തേച്ച് അലമാരി വെച്ച് ദിവസവും അത് കാത്ത് മനപ്പായസമുണ്ട് ഈ ചെറുവരൽ വായിലിട്ട് നുണഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരു കഴുതയാണ് ഈ കെവിൻ പീറ്റർ. അവന്റെ സ്വപ്നം കാണലുകൾക്ക് ഇടയിലും കൊച്ചുവെളുപ്പാൻ കാലത്തെ മൂത്രമൊഴിവിനിടയിലും തോന്നുന്ന ചിന്തകളാണ് കാസയുടെ ആദർശം ആപ്തവാക്യം. അതാണ് ഇവർ ഈ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇവനും ഭാര്യയും കൂടെ കൊച്ചുവെളുപ്പാൻ കാലത്ത് മുള്ളാൻ എഴുന്നേറ്റപ്പോൾ കൊണ്ട സ്വപ്നമാണ്, ഞാന് ഗൾഫിൽ അങ്ങാണ്ട് പോയി സുന്നത്ത് ചെയ്തു കോടിക്കണക്കിന് രൂപ. അതായത് ഞാൻ ഗൾഫിൽ പോകുന്നു, ഷിബു പീഡിയക്കൽ എന്നാണ് എൻ്റെ പേര്. ഈ കാസ ഇതുപോലെ തന്നെ ഒഫീഷ്യൽ പേജിലിട്ടതാണ്. ഞാൻ ദോഹയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ചു, ഏകദേശം 100 കോടി രൂപയോളം അവർ തന്നു, പല പെട്ടികളിലായി പണവും ആഭരണങ്ങളും എല്ലാം ആയിട്ട് ആ പണവുമായിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. ഇതാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ഒരു വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചു, അനേക വ്യക്തികൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്, അനേക വ്യക്തികൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ ക്രിസ്തുമതം സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ ലോകത്ത് വളരെ വിരളമായ ഒരു ചെറിയ ന്യൂനപക്ഷം മതങ്ങളൊക്കെ മാറാറുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു സാധാരണക്കാരനായ ഞാൻ അവിടെ പോയി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും അങ്ങനെ ആ ഇസ്ലാം മതം സ്വീകരിച്ചതിന് എനിക്ക് 100 കോടിയോളം രൂപ ഇനാമായി കിട്ടിയെന്നുമാണ് ഇവർ പ്രചരിപ്പിച്ചത്. വെറുതെ അല്ല, ഇവരുടെ ഒഫീഷ്യൽ പേജിൽ ഇടുകയാണ്. ഇതെല്ലാം ഇദ്ദേഹത്തിന് ഈ വെളുപ്പാൻ കാലത്ത് ഈ മൂത്രമൊഴിവിന്റെ അസ്കിതയുണ്ട്. അതിന് എഴുന്നേക്കുമ്പോൾ തോന്നുന്ന തോന്നലുകളാണ്, പിന്നെ ഉറക്കം വരത്തില്ല. അപ്പൊ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഈ ഡിസംബറിന്റെ തണുപ്പില് ഇയാൾക്ക് തോന്നിയൊരു വിഷമാണ്, എന്നാൽ ഓർത്തഡോക്സിന്റെ ബാബ തിരുമേനി ഒന്ന് തോണ്ടിയേക്കാൻ കുഴപ്പമില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവന് തോണ്ടാൻ പറ്റിയ ഒരാളാണെന്ന് തോന്നി. അതിനുവേണ്ടി എന്നാൽ ഒരു പടം വെച്ച് ഒരു പോസ്റ്റ് അങ്ങ് ഇറക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ തിരുമേനിയുടെ പ്രസംഗത്തെ സംബന്ധിച്ച് നമ്മൾ കമന്റ് ഒന്നും പറയുകയോ പരാമർശിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ വളരെ വ്യാപകമായിട്ട് ഈ പ്രചരണങ്ങൾ വരുന്നത് കൊണ്ട് ഇപ്പോ കാസായുടെ ഭീഷണി നമുക്കൊന്ന് വായിക്കാം. ഇത് പോസ്റ്റാണ്. കാസ പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നാണ്. മതമേലധ്യക്ഷന്മാർ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമുദായത്തെ ബലിയാടാക്കരുത്. എന്തുകൊണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് പറയേണ്ടി വരുന്നു എന്നത് ഇദ്ദേഹത്തെ പോലെയുള്ളവർ നടത്തുന്ന ഇത്തരം പ്രസ്താവനകളും ഇത്തരക്കാരുടെ നിലപാടുകളും സമുദായത്തിന്റെ രക്ഷയ്ക്കോ വിശ്വാസികളുടെ നേട്ടത്തിനോ വിശ്വാസങ്ങളുടെ നിലനിൽപ്പിനോ വേണ്ടി ഉള്ളതല്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്. അപ്പൊ എന്താണ് ഈ കാസായുടെ ഒരു ക്രെഡിബിലിറ്റി? ഹൂ ഈസ് കാസ? കാസ എന്ന് പറഞ്ഞാൽ അതാത് ജില്ലകളിലുള്ള ഈ സംഘപരിവാർ അനുകൂലികളായതും സ്ഥാനങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നതുമായ ഈ നിരാശാ കാമുകന്മാർ, അങ്ങനെയുള്ള ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു എന്താ പറയുന്നത് കടലാസ സംഘടന. ഇവര് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കും, ജിഹാദികളുടെ ഭീഷണികളിൽ നിന്ന് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കും. അതാണ് കാസ. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് ക്രിസ്ത്യാനികൾക്ക് നൽകിയിട്ടുള്ളത്? ഏത് വിഷയത്തിലാണ് ഇവർ ഫലപ്രദമായി ഇടപെട്ടിട്ടുള്ളത്? ഏതൊരു മേഖലകളിലാണ് ഇവർക്കൊരു കനത്ത പ്രതിരോധം അതിൽ തീർക്കാൻ സാധിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. ആകെപ്പാട് ചെയ്തത് കള്ളയൊപ്പിട്ടും കള്ളച്ചെക്ക് സമർപ്പിച്ചും ലക്ഷക്കണക്കിന് രൂപ കാസയുടെ പേരിൽ പിരിച്ച ഫണ്ടിൽ നിന്ന് സ്വകാര്യ ആവശ്യത്തിന് അടിച്ചു മാറ്റി ഈ കെവിൻ പീറ്റർ എന്നുള്ളത് മാത്രമാണ്. അത് സംബന്ധിച്ച കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ കാസായുടെ ഒരു ക്രെഡിബിലിറ്റി. അവരാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറയാൻ എന്താണ് കെവിൻ പീറ്ററിന് അർഹതയുള്ളത്? എന്താണ് യോഗ്യതയുള്ളത്? ഏത് ക്രിസ്തീയ സഭയുടെ അംഗീകാരമാണ് താങ്കളുടെ സംഘടനയ്ക്കും താങ്കളുടെ പ്രവർത്തനത്തിനുമുള്ളത്? ഏതെങ്കിലും ബിഷപ്പുമാർ താങ്കളെ അപ്രൂവ് ചെയ്യുന്നുണ്ടോ ഇത് ക്രിസ്തീയ സംഘടനയായിട്ട് അല്ലെങ്കിൽ കത്തോലിക്ക സംഘടനയായിട്ട്? ഏത് ക്രിസ്ത്യാനികളെയാണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്? കാസ എന്ന സംഘടന ഒരു ക്രിസ്ത്യാനിയും റെപ്രസെന്റ് ചെയ്യുന്നില്ല. മറിച്ച് അപ്പുറത്ത് സംസാരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ ഒരു ക്രിസ്തീയ അധ്യക്ഷനാണ്. സോ ഹി ഹാസ് ഓൾ റൈറ്റ് ടു ടോക്ക് ഫോർ ക്രിസ്ത്യൻസ്. അദ്ദേഹം ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ അധികാരമുള്ള വ്യക്തിയാണ്, അവകാശമുള്ള വ്യക്തിയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. നീ ആരാ ഇതിനെ വിമർശിക്കാൻ? ക്രിസ്ത്യാനികളുടെ കാര്യം പറയാൻ കെവിൻ ആരാണ്? ഹൂ ഈസ് കെവിൻ പീറ്റർ? വെറുതെ കാസ എന്നൊരു പേരിട്ടിട്ട് ഇതെന്തോ മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഇദ്ദേഹത്തെ പോലെയുള്ളവർ നടത്തുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇത്തരക്കാരുടെ നിലപാടുകൾ സമുദായത്തിന്റെ രക്ഷയ്ക്കോ വിശ്വാസികളുടെ നേട്ടത്തിനോ. വിശ്വാസികൾക്ക് എന്താണ് നേട്ടം? ലോട്ടറി അടിക്കോ? ക്രിസ്തുമസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് ഉത്തരേന്ത്യയിൽ ഉണ്ടായ ചില വിഷയങ്ങളുടെ പേരിൽ ഓർത്തഡോക്സ് സഭാ മേലധ്യക്ഷനായ അഭിവന്യ ബസേലിയോസ് മാത്യുസ്തുതിയും ബാവ RSSന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തിയ ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾ തികച്ചും ആവശ്യമില്ലാത്തതായിരുന്നു. ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഹു ആർ യു? ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ? ക്രിസ്ത്യാനികളുടെ ആത്മാഭിമാനത്തിന് വ്രണപ്പെടുത്തുന്ന വിധത്തിൽ ഈ ക്രിസ്തുമസ് കാലയളവിൽ ക്രിസ്തുമസ് ട്രീകൾക്കെതിരായി, ക്രിസ്മസ് ക്രിബുകൾക്കെതിരായി, ക്രിസ്മസ് വ്യാപാരങ്ങൾക്കെതിരായി, ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായി, ക്രിസ്മസ് കാരളിങ്ങിനെതിരായിട്ട് നടന്ന ആക്രമണങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്നെ 517 സംഭവങ്ങളാണ്. 517 സ്ഥലത്ത് ക്രിസ്തുമസിനോടനുബന്ധിച്ച് ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങളും വധശ്രമവും ഉണ്ടായി എന്നാണ് കേസ്. 517 സ്ഥലങ്ങളിൽ. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഈ ക്രിസ്തുമസിന്റെ ഒരു ചെറിയ കാലഘട്ടത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിൽ അസഹിഷ്ണുക്കളായ ഹൈന്ദവ ഭീകരവാദികൾ ആക്രമിച്ചതാണ്. പുൽക്കൂട് തകർക്കുക, ട്രീ തകർക്കുക,
അതുപോലെ ക്രിസ്മസ് വ്യാപാരം, വഴിയരികിലൊക്കെ ഈ ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖംമൂടിയും കുപ്പായം ഒക്കെ വിൽക്കുന്ന പാവങ്ങളെ തല്ലുക, ഇങ്ങനെയുള്ള കലാപരിപാടികൾ അരങ്ങേറി. അത് ഉത്തരേന്ത്യ മാത്രമല്ല, കേരളത്തിലും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തരേന്ത്യ എന്ന രീതിയിൽ പരിമിതപ്പെടുത്തേണ്ട. അപ്പൊ ഇന്ത്യ ഒട്ടാകെ ഈ പ്രാവശ്യം ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ, ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച ആളുകൾ വൻതോതിൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അതിൽ മുൻപന്തിയിൽ നിന്നത് ഈ ഹിന്ദു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളാണ്. ഇതൊരു പച്ച പരമാർത്ഥമാണ്. ഈ ഹിന്ദു എക്സ്ട്രീമിസ്റ്റ് പാർട്ടികൾ ഇന്ത്യ ഭരിക്കുന്നു എന്നതുകൊണ്ട് ക്രൈസ്തവരെല്ലാം പഞ്ചപുച്ഛമടക്കി ഓ ഒമ്പ്ര എന്ന് പറഞ്ഞ് നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഈ കാസ കെവിനെ പോലെയുള്ള ഇങ്ങനെ ഉള്ള ഏറാൻ മൂളികൾ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവ അദ്ദേഹം ആർജവത്തോടെ അഭിപ്രായം പറഞ്ഞു, ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിച്ചു. അല്ലാതെ ഇത് ഇന്ത്യയിൽ ഭരിക്കുന്ന ഇവരാണ് എന്നതുകൊണ്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുക, അതിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇതേപ്പറ്റി ഈ ക്രിസ്തുമസിന്റെ സീസണിലുള്ള ആക്രമണത്തെ പറ്റിയോ ഒന്നും തന്നെ ഒരു വീഡിയോയും ചെയ്തിരുന്നില്ല. ഇതിപ്പോ ഒരഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ ക്രൂശിക്കാൻ വേണ്ടി തുനിയുക, അത് മഹാപാപമാണ്, വായടക്കി പിടിച്ചിരുന്നോണം എന്നൊന്നും പറയാൻ ഇവിടെ ആർക്കും അധികാരമൊന്നുമില്ല. ഇവിടെ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായിരിക്കാം എന്നതുകൊണ്ട് ആത്മാഭിമാനം പണയം വെച്ചു എന്നൊന്നും അർത്ഥമില്ല. ക്രിസ്ത്യാനികൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്, മറ്റുള്ളവർ രാജ്യം വിടണം എന്ന മുദ്രാവാക്യം ഉയർന്നപ്പോൾ അതിന് കൃത്യമായ അർത്ഥത്തിൽ വ്യക്തമായ ഭാഷയിൽ ചരിത്ര ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ചരിത്ര വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സാംസ്കാരികപരമായും ധാർമ്മികമായും ഉള്ള വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ ബാബ തിരുമേനി ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവനയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, അത് ചർച്ച ചെയ്യാം എന്നല്ലാതെ അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്ന് പറയുന്നതിനെ എതിർക്കും. അത് കാസായല്ല, ഏത് പൊന്നുമോം എന്ന് പറഞ്ഞാലും എതിർക്കും. മനസ്സിലായി? ഈ നിങ്ങളിപ്പോ ചിന്തിക്കായിരിക്കും, ഈ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാബ തിരുമേനിയുടെ നയങ്ങളും നിലപാടുകളും പ്രസ്താവനകളും പലതവണ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, പല വിയോജിപ്പുകളും നമുക്കുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവകാശത്തെ മറ്റു ഒരാളൊന്ന് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ അവകാശമുണ്ട്. ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കാര്യങ്ങൾ പറയും, അതിൽ വിയോജിപ്പ് ആ കമ്മ്യൂണിറ്റി കൊണ്ട് അവർക്ക് പറയാം. അല്ലാതെ നോക്കി നിൽക്കുന്ന നിന്നെ പോലെയുള്ള ഈ കെവിനെ പോലെയുള്ളവർ എന്നിട്ട് ബാബ അങ്ങനെ പറയാം, അതിന് ഉള്ള ആവശ്യമില്ല. അത് ആവശ്യമുണ്ടോ വേണ്ടോ എന്ന് അവർ തീരുമാനിക്കും, നീ തീരുമാനിക്കണ്ട. മനസ്സിലായോ? നിനക്കൊരു ഫേസ്ബുക്ക് ഉണ്ട് എന്ന് വെച്ച് അതിൽ ഇരുന്നിട്ട് തോന്നിവാസം എഴുതി വെക്കുന്നത്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ക്രിസ്തുമസ് ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ചില വിഷയങ്ങളല്ല, 517 സ്ഥലങ്ങളിൽ ആക്രമണം രേഖപ്പെടുത്തി. അപ്പൊ രേഖപ്പെടുത്താതെ പോയത് എത്രയുണ്ട്? ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടു. ക്രിസ്തീയ ആഘോഷങ്ങൾ, ക്രിസ്തുമസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കപ്പെട്ടു. ക്രിസ്തുമസിൻ്റെതായ പരിശുദ്ധിയും ക്രിസ്തുമസിൻ്റെതായ ആ കുതൂഹലങ്ങളും ക്രിസ്തുമസിൻ്റെതായ ഉത്സാഹവും ആ നന്മയും ആ സന്തോഷവും അതിന്റെ ആനന്ദത്തിന്റെ തിരിയും തല്ലിക്കെടുത്തി. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ വിശുദ്ധമായ ദിവസം, ഏറ്റവും ശ്രേഷ്ഠമായ പെരുന്നാൾ, ക്രൈസ്തവർ ക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ ഈ കെവിൻ പീറ്ററിനെ പോലെയുള്ളവർക്ക് മനസ്സിലാവില്ല. കാരണം കെവിൻ പീറ്ററിന്റെ വീട്ടിലുള്ളവർ മുഴുവൻ മുസ്ലിമുകളാണ്. അവർ ക്രിസ്തുമസ് അവർക്ക് ഹറാമാണ്, അവരാഘോഷിക്കില്ല. അപ്പൊ പിന്നെ അവന് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിന്റെ വൈകാരികമായ അർത്ഥതലങ്ങളെ ഗ്രഹിക്കുവാൻ കഴിവില്ലാത്ത ഒരു വെറും കഴുതയാണ്. അതുകൊണ്ടാണ് ഇവർ എഴുതുന്നത്. അതുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്ക് നേരെ വ്യാപകമായിട്ടാണ് ആക്രമണം ഉണ്ടായത്. ഇപ്പൊ 517 എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയതാണ്, റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്, അല്ലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. റെക്കോർഡ് ചെയ്യപ്പെടാതെയും റിപ്പോർട്ട് ചെയ്യപ്പെടാതെയും എത്രയോ സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായി. അപ്പൊ അതിനെതിരെ ഇത് പ്രതികരിക്കണ്ട എന്നും മറ്റും പറയാന് ഇതിവിടെ രാജഭരണമൊന്നുമല്ല നടക്കുന്നത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ അദ്ദേഹം സ്വന്തം നിലപാടുകൾ അല്ല എന്നുള്ളത് 100% ഉറപ്പു തന്നെയാണ്. സ്വന്തം നിലപാടല്ല തന്നെ അദ്ദേഹത്തിന് വേറെ വല്ല കുഴപ്പമുണ്ടോ? അദ്ദേഹം സുബോധത്തോടെയല്ലേ പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വ്യാപകമായ പ്രതിഷേധമുണ്ടായത്. അദ്ദേഹം കൃത്യമായ ചരിത്രമല്ലേ പറഞ്ഞത്. ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യവർഗത്തിന്റെ തുടക്കമെന്നും മുഴുവൻ മനുഷ്യരും അവന്റെ ഒറിജിനെ തിരക്കി ചെന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളത് മോഡേൺ ആന്ത്രോപോളജി എഗ്രി ചെയ്യുന്ന വസ്തുതയാണ്. ഞാൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ തിരുമേനിയുടെ പ്രഭാഷണം ശ്രദ്ധിച്ച് കേട്ടു. അതിൽ വസ്തുതാവിരുദ്ധമായിട്ട് ഒന്നും തന്നെ ഇല്ല. ചരിത്രപരമായിട്ടും നരവംശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ അനുസരിച്ചും 100% കൃത്യതയും അതിനോട് സത്യസന്ധതയും പുലർത്തുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയത്. ഇറാനിൽ നിന്ന് പുറപ്പെട്ട ഇന്ത്യയിലേക്ക് വന്ന വിഭാഗമാണ് സിന്ധു നദീതട സംസ്കാരത്തിന് കാരണഭൂതമായി ഭവിച്ചത്. അവരെ പിൽക്കാലത്ത് ദക്ഷിണേന്ത്യയിലേക്ക്
തള്ളപ്പെടുകയും അവരാണ് ഇന്ന് ദ്രാവിഡർ എന്നറിയപ്പെടുകയും ചെയ്യുന്നത്. ഇത് കൃത്യമായ ഒരു ചരിത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രഭാഷണം തന്നെയാണ്. അപ്പോ അതിനെ നിങ്ങൾ വന്നിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ചർച്ച ചെയ്യപ്പെടട്ടെ. മറ്റൊരു വിഭാഗം, ഇത് ഇയാളുടെ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഈ കാസ. അപ്പൊ കാസയുടെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാസ എന്ന് പറഞ്ഞാല് ഒരു അർത്ഥമുള്ള ഒരു ക്രൈസ്തവ സംഘടനയല്ല അത്. ഒരു ക്രിസ്തീയ സഭയുടേതോ ഒരു ക്രിസ്ത്യൻ റെപ്രസെന്റേഷനോ ഇല്ല. കാസായുടെ ചിറകിൽ കയറി എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് BJPയോ സംഘപരിവാറോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ യാതൊരു വേരോട്ടവും ഇല്ലാത്ത, യാതൊരു സ്വാധീനവും ഇല്ലാത്ത, ഒരു ചിലമ്പുന്ന ചെമ്പും ഒരു മുഴങ്ങുന്ന കൈത്താളവും മാത്രമാണ് കാസ എന്ന് ചുമ്മാ ശബ്ദം ഉണ്ടാക്കുകയാണ്. അത്ര അല്ലാതെ എന്താണ്, ജസ്റ്റ് മേക്കിംഗ് സം നോയ്സ് എന്ന് മാത്രമല്ലാതെ അവർക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിലൊന്നും സ്വാധീനമില്ല. ഇത് ആദ്യം BJP മനസ്സിലാക്കുക. ക്രിസ്ത്യാനികളെ വിശ്വാസത്തിലെടുക്കുക, അതാണ് വേണ്ടത്. അപ്പൊ RSSന്റെ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുടെ സംഘപരിവാറിന്റെ അജണ്ട ഇന്ത്യയെ ശുദ്ധീകരിക്കുക, സാംസ്കാരിക തനിമയിൽ ഇന്ത്യയെ ഒന്നാക്കുക എന്നൊക്കെയുള്ള അടിസ്ഥാനങ്ങളാണ്. ഞാൻ ഈ RSSന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആശയങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവര് സാംസ്കാരികമായി ഇന്ത്യ ഒന്നിപ്പിക്കുക. ഇപ്പോ ഹെഡ്ഗേവാർ ആയാലും ഗോൾവാക്കർ ആയാലും സവർക്കർ ആയാലും അവരെല്ലാം ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘ് സ്ഥാപക നേതാക്കളും അതിന്റെ ആശയശില്പികളും ഒക്കെയാണ്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള ആശയങ്ങള് ഇപ്പം ഗോൾവാക്കർ പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആശയത്തിന് എതിരാണ്. അദ്ദേഹം പറഞ്ഞത് യൂണിറ്റി ഓവർ ഡൈവേഴ്സിറ്റി എന്നാണ്. നമ്മളെ സംബന്ധിച്ച് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു പ്രിൻസിപ്പിളിലാണ് ഇന്ത്യ ഇന്ന് വരെ നിലനിന്നിട്ടുള്ളത്. ഇപ്പൊ ആധുനിക ഭാരതം അല്ലെങ്കിൽ നവഭാരത ശില്പികൾ ദർശനം കണ്ടത്, സ്വപ്നം കണ്ടത്, അവരുടെ ലോകവീക്ഷണം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. അത് യൂണിറ്റി ഓവർ ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ, ദാറ്റ് മീൻസ് യൂണിറ്റി ഡസന്റ് മീൻ യൂണിഫോമിറ്റി ബട്ട് യൂണിറ്റി മസ്റ്റ് ബി ഇൻ യൂണിഫോമിറ്റി എന്നാണ് ഇവരുടെ. അതാണ് വ്യത്യാസം. യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി ആണ് ഇവര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി എന്നുള്ള ഒരു ആശയത്തെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന എല്ലാ ഫോഴ്സ്ഫുൾ അറ്റംപ്റ്റ്സിനെയും ഞങ്ങൾ ചെറുക്കും, ഞങ്ങൾ ചെറുത്തിരിക്കും, ചെറുത്ത് നിന്ന ചരിത്ര തെളിവുകൾ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെയാണ് ബാബാ തിരുമേനിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ അഭിമാനബോധമുള്ള ഏതൊരു ക്രൈസ്തവനും അഭിമാനം തോന്നും, അന്തസ്സ് തോന്നും. അത് കൊള്ളാം. ഇതിനു മുമ്പും അങ്ങനെ ക്രിസ്തീയ നേതാക്കന്മാർ, കേരളത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിച്ച യൂഹാനോൻ മാർത്തോമ മെത്രാപ്പോലിത്ത ഉണ്ടായിരുന്നു, മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായിരുന്നു. അപ്പൊ ഇദ്ദേഹം ചരിത്രപരമായി നടത്തിയിട്ടുള്ള വസ്തുതകൾ ചരിത്രപരമായ ഒരു ചർച്ചയ്ക്ക് വിഷയീഭവിക്കട്ടെ, അല്ലാതെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയും പുലഭ്യം പറയുകയും അവഹേളിക്കുകയും അല്ലെ വ്യക്തിപരമായ പരാമർശങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ഒന്നും ചെയ്യുന്നതല്ല ശരിയായ രീതി. ഒരു അക്കാദമിക് തലത്തിൽ ഇപ്പോ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു അക്കാദമിക് ചർച്ചയ്ക്ക് ഇടയാകട്ടെ. ആര്യന്മാരാരായിരുന്നു, അല്ലെങ്കിൽ ദ്രാവിഡരാരായിരുന്നു, ഇന്ത്യയിലെ പൂർവ്വവാസികളാരായിരുന്നു, ഇന്ത്യയിൽ വേട്ടയാടുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇത് നരവംശ ശാസ്ത്രജ്ഞരുടെ നിഗമനം അങ്ങനെയാണ്. ഭാരതത്തിന്റെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഒരു മതവിശ്വാസവും ഉണ്ടായിരുന്നവരായിരുന്നില്ല, മറിച്ച് ഒരു ഹണ്ടിങ് കമ്മ്യൂണിറ്റീസ്, നൊമാഡ്സ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്തത് ദ്രാവിഡിയൻസ് ആണ്. അപ്പൊ ദ്രാവിഡരുടേതാണ് ഇന്ത്യ. ഈ ദ്രാവിഡരുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നൊമാഡ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി, ഫസ്റ്റ് സിവിലൈസേഷൻ ദാറ്റ് ഈസ് ഓഫ് ദ്രാവിഡിയൻസ്. എന്നാൽ ഇന്ന് ദക്ഷിണേന്ത്യക്കാരെന്നും അല്ലെങ്കിൽ സാലെ മദ്രാസി എന്ന് നോർത്ത് ഇന്ത്യക്കാരൻ കളിയാക്കി വിളിക്കുന്ന ഈ ദക്ഷിണേന്ത്യക്കാർ എന്ന് വിളിക്കുന്ന ഇരുനിറക്കാരുടെയും കറമ്പരുടെയും അമ്മദൈവാരാധകരുടെയും പ്രകൃതിയോപാസകരുടെയുമായ ഈ ബാബാ തിരുമേനി പ്രസംഗത്തിൽ പറഞ്ഞ പോലെ മലയാളവും കന്നഡയും തുളുവും തെലുങ്കും തമിഴും ഒക്കെ സംസാരിക്കുന്ന ഈ ദക്ഷിണേന്ത്യയിലെ ആളുകളാണ് ഒറിജിനൽ. ശരിക്കും ചരിത്രം പറഞ്ഞാൽ ഉത്തരേന്ത്യക്കാർ ഇന്ത്യ വിട്ടു പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇന്ന് നീ മനസ്സിൽ വെച്ച് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പാളസാർ ഉടുത്ത ഉത്തരേന്ത്യൻ ഗോസായിമാർ ഇന്ത്യ വിട്ടു പോകേണ്ടി വരും, വിദേശികൾ കടക്കൂ പുറത്ത് എന്ന ആജ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യക്കാർ വടക്കോട്ട് നടക്കേണ്ടി വരും, വടക്കേന്ത്യയിലുള്ളവർ എവിടുന്നോ വന്ന വഴിയെ ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇന്ന് തങ്ങളാണ് ഇന്ത്യ, തങ്ങളുടേതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന വെളുത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന ഈ ഉത്തരേന്ത്യക്കാർ അവരല്ല, മറിച്ച് കറുത്ത കാളിയെയും നീല നിറമുള്ള കൃഷ്ണനെയും ആരാധിക്കുന്ന ദക്ഷിണേന്ത്യക്കാരുടേതാണ് ഇന്ത്യ എന്നതാണ് ചരിത്ര വസ്തുത. ഇന്ന് അത്തരത്തിലുള്ള അവകാശവാദങ്ങളൊന്നും ദക്ഷിണേന്ത്യയിൽ നിന്ന് ആരും, ഒരു ദ്രാവിഡ നേതാവും അത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ വാക്കുകളോ ആശയങ്ങളോ ഉപയോഗിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത. ദക്ഷിണേന്ത്യക്കാരും തന്നെ, അതായത് ഈ ഇന്ത്യയുടെ യഥാർത്ഥ അവകാശികൾ അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ സിവിലൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ദ്രാവിഡിയൻസിൽ നിന്ന് ഒരു ദ്രാവിഡ നേതാവും അസഹിഷ്ണുതയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ഉത്തരേന്ത്യക്കാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ ആര്യ മേധാവിത്വം എന്ന ആശയത്തെ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലും പറയുന്നില്ല. മറിച്ച് സഹിഷ്ണുതയോടെയും സാഹോദര്യത്തോടെയും ഈ മണ്ണിന്റെ മക്കളാണ്, ഈ മണ്ണിന്റെ അവകാശികളാണെന്നുള്ള ബോധത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു ആശയമാണ് പറയുന്നത്.
അപ്പൊ അസഹിഷ്ണുതയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് ഉത്തരേന്ത്യൻ ലോബികൾ ഉയർത്തിവിടുന്ന വിഷലിപ്തമായ വിഭാഗീയതയുടെ അടിച്ചമർത്തലിന്റെ അടിമത്തത്തിന്റെ ആശയങ്ങളെയും സന്ദേശങ്ങളെയും ഉൾപ്പുളകത്തോടെ സ്വീകരിച്ചിട്ട് അതിനെയൊക്കെ കേരള മാർക്കറ്റ് വിറ്റഴിക്കാൻ വേണ്ടി ഏജൻസി പണി നടത്തുന്ന കാസിയെ പോലെയുള്ളവരും അവരുടെ കങ്കാണിമാരും ചിന്തിക്കുക ഇതൊന്നും കേരള നസ്രാണികളുടെ ഇടയിൽ ചെലവാകാൻ പോകുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ ബാബ തിരുമേനി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് പറഞ്ഞത് തന്നെയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. അത് പറയാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. ആ അവകാശത്തെ സംരക്ഷിക്കുവാൻ ഈ കേരളത്തിലെ ക്രൈസ്തവർ, നട്ടലുള്ള ക്രിസ്ത്യാനികളുണ്ട്, അവർ പ്രതിജ്ഞാബദ്ധരാണ്. ഇനി ഈ കാസായെ സപ്പോർട്ട് ചെയ്യുവാൻ കത്തോലിക്ക ബിഷപ്പുകാർ ആരും തന്നെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ജനപിന്തുണയും ഇല്ലാത്ത ഈ കാസായുടെ വാക്കുകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്.